സംസ്ഥാന സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതികളിലൊന്നായിട്ട് സ്ത്രീ സുരക്ഷ വീട്ടമ്മ പെൻഷൻ പദ്ധതി കൂടി മാറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് 1000 രൂപ വീതം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി തുക ലഭിക്കാനുള്ളവർക്കും അതോടൊപ്പം തന്നെ തുക ലഭിച്ചവരും അറിഞ്ഞിരിക്കുക, വീണ്ടും 1000 രൂപയുടെ വിതരണം ഈ മാസം തന്നെ ഉണ്ടാകും. നിലവിൽ ലഭിക്കാൻ പോകുന്നത് ഇതുവരെ അപ്രൂവായിട്ട് ആനുകൂല്യം ലഭിക്കാത്തവർക്കും ഇപ്പോൾ പ്രോസസ്സിങ്ങിൽ കിടക്കുന്നവർക്കുമായിരിക്കും. അതായത് വളരെ വേഗം ബാക്കിയുള്ള അപേക്ഷകൾ പരിഗണിച്ച് വിതരണ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം സർക്കാർ നൽകിക്കഴിഞ്ഞു. ഒരു തടസ്സവും കൂടാതെ ഇനി മാസാമാസങ്ങളിൽ ധനസഹായം എത്തിച്ചേരും. പെൻഷൻ പദ്ധതി പോലെ ആയതുകൊണ്ട് എല്ലാ മാസത്തിൻ്റെയും അവസാന ആഴ്ചകളിൽ പെൻഷൻ ലഭിക്കുന്ന ക്രമീകരണമൊക്കെ ആയിരിക്കും ഇതിലും വരുത്തുക. അതായത് എല്ലാ മാസവും ഒരു നിശ്ചിത തീയതിയിൽ അക്കൗണ്ടിലേക്ക് ധനസഹായം ക്രെഡിറ്റ് ആകുന്ന രീതി. നിലവിലിപ്പോൾ 1000 രൂപയാണ് പദ്ധതിയിൽ ലഭിക്കുന്നത്. എന്നാൽ ഇത് കാലക്രമേണ തുക വർദ്ധിപ്പിക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് എന്നൊരു കാര്യം ആനുകൂല്യം വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. BPL AV റേഷൻ കാർഡുകൾക്ക് മാത്രമായിരിക്കും ഈ ആനുകൂല്യം ലഭിക്കുക. അതായത് നമ്മൾ മുൻപൊക്കെ പറഞ്ഞിരുന്നത് പോലെ തന്നെ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ. ഇനി അവർ 60-ാം വയസ്സെത്തി കഴിയുമ്പോൾ പദ്ധതിയിൽ നിന്ന് മാറുകയാണ്. പക്ഷേ അവർക്ക് അതിനുശേഷം വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്ക് അപേക്ഷകൾ നൽകുകയും ചെയ്യാം. അതായത് പ്രതിമാസം 2000 രൂപ ലഭിക്കുന്ന രീതിയിലേക്ക് അങ്ങനെ മാറുകയും ചെയ്യും. ഇനി അതോടൊപ്പം തന്നെ ഇപ്പോൾ അപേക്ഷകൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മറ്റ് സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പെൻഷനായിട്ടോ മറ്റെന്തെങ്കിലും അലവൻസ് ആയിട്ടോ കുടുംബ പെൻഷനൊക്കെ ആയിട്ടോ അക്കൗണ്ടിലേക്ക് ധനസഹായം വാങ്ങുന്നവരാവാൻ പാടില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നത് നമ്മളുടെ ആധാർ രേഖകൾ വെച്ച് സർക്കാരിൻ്റെ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും. അങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ആനുകൂല്യങ്ങൾ വാങ്ങുന്നു അതും അതിൻ്റെ പലിശ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പലിശ ഇങ്ങനെയൊക്കെ ഒരുപാട് നിയമങ്ങളുണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത അല്ലെങ്കിൽ സർക്കാരിൻ്റെ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്ഥിര താൽക്കാലിക കരാർ ജോലികളൊന്നുമില്ലാത്ത സ്ത്രീ ഗുണഭോക്താക്കൾ, അതും മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ കാർഡിൽ പേരുള്ളവർ, അങ്ങനെയുള്ളവരായിരിക്കണം അപേക്ഷകൾ വെക്കേണ്ടത്. ഇനി അതോടൊപ്പം ഒരുപാട് ആളുകൾ അപേക്ഷകൾ വെച്ചു, പക്ഷേ ഇതുവരെ സഹായം കിട്ടിയില്ല എന്നാണ് കമൻറ്റ് ബോക്സിൽ അറിയിച്ചത്. പ്രത്യേകം ശ്രദ്ധിക്കുക, അപേക്ഷ വെച്ചവരുടെ എല്ലാവരുടെയും അപ്രൂവ് ആയിട്ടില്ല. ചിലരുടെ അപേക്ഷകൾ മടങ്ങിയിട്ടുണ്ട്. റിട്ടേൺ ടു സിറ്റിസൺ എന്ന പ്രത്യേക സംവിധാനമാണിത്. അതായത് നമ്മളുടെ അപേക്ഷയിൽ സമർപ്പിച്ച രേഖകളിലെ വ്യക്തത കുറവ് മൂലം അല്ലെങ്കിൽ രേഖകളിലുള്ള പേരിലെ പൊരുത്തക്കേടുകൾ, മേൽവിലാസത്തിലെ പൊരുത്തക്കേടുകളോ മറ്റെന്തെങ്കിലും കാരണങ്ങളാലാവും. ഇനി അതല്ല മറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റിൻ്റെ ക്ലാരിറ്റി, അങ്ങനെയുള്ള പല കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ കാര്യങ്ങളിലൊക്കെ വിശദീകരണം ചോദിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അപേക്ഷ മടങ്ങും. ആ അപേക്ഷ നമ്മൾ റീസബ്മിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. വേണ്ട തിരുത്തലുകൾ വരുത്തി റീസബ്മിറ്റ് ചെയ്യണം. എന്തെങ്കിലും ഡോക്യുമെൻറ്റ് പകരം അപ്ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ് കൃത്യമായിട്ട് വീണ്ടും ഒന്നുകൂടി സമർപ്പിക്കാനുള്ള സംവിധാനം ഉൾപ്പെടെ ചിലപ്പോൾ സർക്കാർ ആവശ്യപ്പെട്ടേക്കാം. ഇതെല്ലാം അറിയണമെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് പരിശോധിക്കണം. സ്റ്റാറ്റസ് അറിയണമെങ്കിൽ നമ്മൾ അപേക്ഷ വെച്ച ഓൺലൈൻ സർവീസ് സെൻ്ററിലോ ഫോൺ വഴി അപേക്ഷ വെച്ചാലാണെങ്കിൽ കേസ്മാർട്ട് കൃത്യമായിട്ട് ലോഗിൻ ചെയ്തോ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ആനുകൂല്യം ലഭിക്കാത്തവർ സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് പരിശോധിക്കുക. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പ്രോസസ്സിംഗ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ വളരെ വേഗം അത് അപ്രൂവലാകും. അല്ലെങ്കിൽ അത് റിട്ടേൺ ടു സിറ്റിസൺ, അതായത് മറ്റ് തിരുത്തലുകൾക്ക് വേണ്ടി തിരിച്ചയക്കും. ഇനി അതല്ല അപ്രൂവ് ആയിട്ടുണ്ട് എങ്കിൽ നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ 1000 രൂപ വീണ്ടും ക്രെഡിറ്റ് ആകുന്നതാണ്. ആദ്യഘട്ടത്തിൽ ഉദ്ഘാടന സമയത്ത് 10,18,000 പേർക്കാണ് ആനുകൂല്യം ലഭിച്ചത്. അന്ന് തന്നെ അപേക്ഷകർ ഏകദേശം 15,88,000 പേരുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അപേക്ഷയിൽ അതായത് തുക വിതരണം ചെയ്യാൻ സാധിക്കാതെ പോയ ഗുണഭോക്താക്കൾക്കെല്ലാം ഈ മാസം തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് തുക കയറുന്നതായിരിക്കും. വരും ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ വിതരണ കാര്യങ്ങൾക്ക് സർക്കാർ തുടക്കം കുറിക്കുകയും ചെയ്യും. സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ആനുകൂല്യം വാങ്ങുന്നവർ ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം ഇനിയും അപേക്ഷ വയ്ക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക. APL കാർഡിന് ഈ സ്കീം ഇല്ല എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലെ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.